നീറ്റ് 2026 എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ മിസ്സേ, ഞാൻ ഇന്ന മിസ്റ്റേക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയാണ് അവർക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്നുള്ള കാര്യം മറന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് വെക്കുക. അങ്ങനെയല്ല, നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നീറ്റ് എക്സാം സംബന്ധിച്ച്. നിങ്ങൾക്ക് ഒട്ടും ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആയിരുന്നു. ബയോളജി അറ്റംപ്റ്റ് ചെയ്തു, കെമിസ്ട്രി അറ്റംപ്റ്റ് ചെയ്തു, ഫിസിക്സിന് വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ചില നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചില ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അതായത് ബയോളജിക്ക് ഒട്ടും സമയം കിട്ടിയില്ല, സ്റ്റേറ്റ്മെന്റ് വായിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ക്വസ്റ്റിനും എന്ത് ചെയ്യുക, 45 സെക്കൻഡ് വീതം സമയം കൊടുക്കുക. ബയോളജിയുടെ കേസിൽ, ഫിസിക്സിന് കുറച്ച് അഡീഷണൽ ടൈം, ഓക്കെ, 1 മിനിറ്റ് 15 സെക്കൻഡ്സോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിലോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, NCERT ഒരുപാട് വായിച്ചു, പക്ഷെ റിവൈസ് ചെയ്തിട്ടില്ല. വായിക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ, ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ബ്രെയിനിലോട്ട് എത്തിയിട്ടില്ല. അതായത് റിവൈസ് ചെയ്യാതെ എക്സാം പോയിട്ട് എഴുതി എന്നുള്ളതാണ് മൂന്നാമത് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. അപ്പോൾ എൻ്റെ കുട്ടികൾ NCERT കുറേ വായിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് റിവൈസ് ചെയ്യുക, അത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ നീറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നീറ്റ് 2027 കുറച്ചുകൂടി എന്തായിരിക്കും, എളുപ്പമാകുന്നതായിരിക്കും.